നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP JDU സഖ്യത്തിന് തന്നെയായിരുന്നു ബീഹാറിൽ മുൻതൂക്കമുണ്ടായിരുന്നത്. അതായത് 243 അസംബ്ലി സെക്ടറുകളിൽ 174 ഐക്യ ജനതാദൾ BJP LJP സഖ്യം അവിടെ ഒന്നാമതെത്തി. എന്നാൽ അവിടെ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോഴാണ് എത്രത്തോളം തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാറിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നത്. ഗ്യാനേഷ് കുമാർ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി നടത്തി എന്ന ആരോപണം സുപ്രീം കോടതിയിൽ നിരവധിയായ പൊതു ഹർജികളായി കിടക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സുപ്രീം കോടതിയെ പരമാവധി വീറ്റാക്കുന്ന സാഹചര്യമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം വളരെ താഴേക്കിടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് മാധ്യമത്തെ വിശേഷിപ്പിക്കുന്നത്. ഗോദി മീഡിയകൾ എന്ന് പറയുന്ന സ്തുതിപാഠകർ മാത്രമാണ്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി സ്തുതി പാടി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് കോർപ്പറേറ്റുകളുടെ എല്ലാ രീതിയിലുള്ള പരിലാളനയും ഏറ്റുവാങ്ങുന്നവരാണ് ഈ കോർപ്പറേറ്റ് മീഡിയകളായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ. അവരാണ് ഗോദി മീഡിയകൾ. എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാക്കാത്ത വലിയ മുന്നേറ്റം ഐക്യ ജനതാദളും BJPയും എങ്ങനെ ഉണ്ടാക്കി? 74 സീറ്റുകളിൽ ഒന്നാമതെത്തിയ ഐക്യ ജനതാദൾ നേരെ 85ലേക്ക്, 67 മാത്രം ഒന്നാം സ്ഥാനത്തെത്തിയിരുന്ന BJP നേരെ 89ലേക്ക്. ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യം. RJDക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 36ഓളം അസംബ്ലി സെക്ടറുകളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു. അത് 25ആയി താഴുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇങ്ങനെ RJDക്ക് സംഭവിക്കാറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ RJDക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം. അസാധാരണമാകുന്നത് എന്ത് കണ്ടാലും അതിനെ ജനം അംഗീകരിക്കില്ല, അതിനെതിരെ പ്രതികരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാൻ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിന് ബുദ്ധിമുട്ട് കാണിക്കുന്നത്? കാരണം എങ്ങനെയും BJPയുടെ അജണ്ട എന്നത് BJP നേതാവിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. നിതീഷ് കുമാറിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും നിതീഷ് അതിനൊന്നും വഴങ്ങില്ല. എന്നാലും ഒരു ശ്രമം നടത്തി നോക്കിയാണ്. മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ ഏകനാഥ് ഷിൻഡെയെ തകർത്തത്, അതുപോലെ ഒരു കള്ളക്കളി അതാണ് ഇവിടെ BJP നടത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഘി നേതാവിനെ അവിടെ വെച്ചിരിക്കുന്നത്. കേരളത്തിൽ കിടന്ന് ഒരുപാട് പയറ്റാൻ ശ്രമിച്ചു. നാണം കെട്ടാണ് ബീഹാറിലേക്ക് കെട്ടുകെട്ടിയത്. അവിടെ കിടന്ന് അങ്ങ് പുളയ്ക്കുകയാണ്. ഏതായാലും NDAക്ക് കിട്ടിയിരിക്കുന്ന ഈ അഭൂതപൂർവമായിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് മാനിപ്പുലേഷൻ ആണ് എന്നുള്ളത് എല്ലാ മേഖലയിൽ നിന്നുള്ളവരും സമ്മതിക്കുകയാണ്. JDU MPമാരിൽ 2 പേർ പറയുന്നു തങ്ങൾ ഒരിക്കലും ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് അസാധാരണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഒരു ഹൈപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ഇത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് മന്ത്രിയായ ലലൻ സിംഗ് പോലും പറഞ്ഞിരിക്കുന്നത്.